Hi students, welcome to our English grammar class for 3rd standard students. Okay, in the last class we have discussed the second unit, the high sky. Do you remember the story? Okay, then today we will discuss about the grammar portion of that chapter. Types of sentence. You know that what is a sentence? What is a sentence? Sentence ennu parnal endana? What is the definition of sentence? A sentence is a group of words. A sentence is a group of words that makes a complete sense. ഒരു കംപ്ലീറ്റ് മീനിങ് ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുകളുടെ കൂട്ടത്തെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. മീനിങ് വരണം അല്ലേ? മീനിങ് ഉള്ള അല്ലെങ്കിൽ കുറേ വേർഡ്സ് കൂട്ടിച്ചേർത്താൽ ഒരിക്കലും സെന്റൻസ് ആകില്ല. അപ്പം നമ്മൾ ദിവസവും പറയുന്ന കാര്യങ്ങൾ എല്ലാം അതായത് ടൈപ്സ് ഓഫ് സെന്റൻസസ് പല ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് സെന്റൻസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 4. What are they? First one, assertive sentence or declarative sentence. Once again, declarative sentence or assertive sentence. Second one, interrogative sentence. Third one, imperative sentence. Fourth one, exclamatory sentence. ഈ പേരുകൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളും ഞാനും എല്ലാവരും പറയുന്ന സെന്റൻസുകൾ ഓരോ ദിവസവും നമ്മൾ സംസാരിക്കുന്ന ആ സെന്റൻസുകൾ എടുത്തു നോക്കിയാൽ ഈ 4 കാറ്റഗറിയിൽ വരുന്ന സെന്റൻസുകളെ ഉള്ളൂ. അപ്പം അതിനെയൊക്കെ ഓരോ പേരിട്ട് വിളിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന 4. അപ്പം നമ്മൾ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെന്റൻസ്. അതായത് സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? include statement forms. അതായത് പ്രസ്താവനകൾ. The sun rises in the east. സൺ എവിടെയാണ് റൈസ് ചെയ്യുന്നത്? ഈസ്റ്റിലാണ്. ഇറ്റ്സ് ട്രൂ അല്ലേ? അതിനകത്ത് വേറെ ഒന്നുമില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ എം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പം ആ ടൈപ്പ് സെന്റൻസുകളാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ അസർട്ടീവ് സെന്റൻസ്. എ വെരി ലോങ് ടൈം അഗോ ദ സ്കൈ വാസ് വെരി ലോ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്കൈ വളരെ താന്നായിരുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഒന്നുമല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് എന്താണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ്. അപ്പൊ എന്താണ് അസർട്ടീവ് സെന്റൻസ്? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള സെന്റൻസുകളാണ് അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. Is it clear? So second one, interrogatives. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഓർ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള സെന്റൻസുകളാണ്. സോ ആ സെന്റൻസുകൾ അവസാനിക്കുന്നത് ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. എങ്ങനെയായിരിക്കും? ഫുൾ സ്റ്റോപ്പോട് കൂടിയായിരിക്കും സെന്റൻസുകൾ അവസാനിക്കുന്നത്. ദെൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് മീൻസ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യൻ എന്ന് പറയും. വാട്ട്സ് യുവർ നെയിം? എന്താണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ക്ലിയർ? നെക്സ്റ്റ് അതിനൊരു എക്സാമ്പിൾ എന്താണ്? വിൽ യു കം വിത്ത് മീ? എന്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ? ഏറ്റവും അവസാനം എന്തുണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും it's a question form, so it includes interrogative sentence. Third one, imperative sentence. Imperative sentence നകത്ത് 3 കാര്യങ്ങൾ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ, അതായത് മൂന്നാമത്തെ imperative സെന്റൻസിനകത്ത് ഓർഡർ or command, then request. Order or request. Then order means enna? Order or command. Enna? Open the door, shut the door. Okay, enna? It's an order
ഓർഡറാണ് അല്ലേ. ഇപ്പം ആജ്ഞാപിക്കുക, എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ആജ്ഞാപിക്കുക. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നത് എന്തായിരിക്കും സ്റ്റാൻഡപ്പ് എന്താണ്, ഇറ്റ്സ് ആൻ ഓർഡർ. അപ്പം അതൊക്കെ എന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി ഓർഡേഴ്സ് മാത്രമല്ല, ഓർഡർ മാത്രമല്ല, റിക്വസ്റ്റ്. പ്ലീസ് ഗീവ് മീ യുവർ പെൻ. എനിക്ക് ദയവായിട്ട് നിങ്ങൾ പ്ലീസ്, അത് മിക്കവാറും പ്ലീസ് അതിനകത്ത് വരും. അപ്പം അങ്ങനെയുള്ളതാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഇമ്പറേറ്റീവ് സെന്റൻസും ഓർഡറും റിക്വസ്റ്റും ഒക്കെ ആയതുകൊണ്ട് അത് എൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഫുൾ സ്റ്റോപ്പിൽ ആയിരിക്കും. ക്ലിയർ? ദെൻ ലാസ്റ്റ് വൺ, exclamatory sentence. Exclamation, അതിശയം, exclamatory. Exclamatory means strong emotion, surprise, pain, anger. ദേഷ്യം വന്നാല്, സങ്കടം വന്നാല്, സന്തോഷം വന്നാലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇമോഷൻ അല്ലേ, ഓ വാ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചേർന്ന് വരും അല്ലേ. അപ്പൊ നല്ല ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇമോഷൻസിനെ പറയുന്നതാണ് ഹൗ, ഹുറ, അങ്ങനെയുള്ളതൊക്കെയാണ് ഹുറേ. പിന്നെ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് എക്സ്ക്ലമേറ്ററി. ക്ലിയർ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ്സ് വിത്ത് അപ്പം എക്സ്ക്ലമേറ്ററി സെന്റൻസിനകത്ത് എന്ത് വരും? സർപ്രൈസ്. സർപ്രൈസ് ആണ് കൂടുതലും വരുന്നത്. സർപ്രൈസ്, ഇമോഷൻസ്, ഇതൊക്കെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ വരുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ്സ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഒരു വര ഇട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ്, ഒരു കുത്തു കൊടുക്കുക കേട്ടോ. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. സോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ്സ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പം ദീസ് ആർ ദ ടൈപ്സ് ഓഫ് സെന്റൻസ്. ഓക്കെ, what is a sentence? A sentence is a group of words that makes complete sense. Then what are the four types of sentence? First one, declarative sentence or assertive sentence. Second one, interrogative sentence. Third one, imperative sentence. Fourth one, exclamatory sentence. Assertive sentence അല്ലെങ്കിൽ declarative sentence എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഫോം ആണ്. Interrogative sentence ക്വസ്റ്റ്യൻ ആണ്. Imperative sentence order or request ആണ്. Exclamatory sentence surprise ആണ്. Okay. Assertive sentence ends with a full stop. Interrogative sentence ends with a question mark. Imperative sentence ends with a full stop. Again, exclamatory sentence ends with a exclamation with an exclamation mark. Okay? Got it? So take your text. Page number 18. Identify each of sentence. Identify ചെയ്യാനുണ്ട്. Where are you going? Where are you going? It's a question. Question mark ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇൻട്രോഗേറ്റീവിൻ്റെ IN എഴുതിയാൽ മതി. ഇൻട്രോഗേറ്റീവ്. Then give me your pen please. It's a request. Request ഒക്കെ ഏതിൽ വരും? ഇമ്പറേറ്റീവിൽ വരും. അതുകൊണ്ട് IM. Oops, ഞാൻ പറഞ്ഞില്ലേ ഇമോഷൻസ് ആണ്. Oops, I shouldn't have done this. എന്താണ്? ഇമോഷൻസ് ആണ്. അപ്പോൾ എന്താണ്? എക്സ്ക്ലമേറ്ററി. Be silent, എന്താണ്? ഇറ്റ്സ് ആൻ ഓർഡർ. ഓർഡർ ഇമ്പറേറ്റീവിൽ വരും. Dad has to take our pet to the doctor. ഡാഡ് പെറ്റിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയി. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. സോ ഫസ്റ്റ് വൺ എന്താണ്? ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പം സെന്റൻസിന്റെ ടൈപ്സ്, ഗ്രാമറിന്റെ ബേസിക് പാർട്ടാണ് ടൈപ്സ് ഓഫ് സെന്റൻസും വാട്ട്സ് എ സെന്റൻസ്. സെന്റൻസ് എന്താണ്? ടൈപ്സ് ഓഫ് സെന്റൻസ്. സോ ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. So